കൊല്ലങ്കോട് വരുന്നവർ തീർച്ചയായിട്ടും പോയി കാണേണ്ട ഒരു സ്ഥലമാണ് സീതാർകുണ്ടം എന്ന് പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പ് പോയത് കുടിലിടം, താമരപ്പാടം, ചിങ്ങഞ്ചിറ കാവ് ഇവിടെയൊക്കെ പോയത്. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മനുഷ്യവാസമുള്ള സ്ഥലങ്ങളാണ്. എന്നാൽ ഈ സീതാർകുണ്ട് കുറച്ചും കൂടി വ്യത്യസ്തമാണ്. നമുക്ക് കുറച്ചും കൂടി വനത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് വേണം അവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട്. ഈ സീതാർകുണ്ടിലെ കാഴ്ച എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതായി കാണുന്നുണ്ട്. ഈ നെല്ലിയാമ്പതി മലയുടെ മണ്ടയെന്ന് ഒരു അരുവി ഒഴുകുന്നുണ്ട്. ആ അരുവി ഒഴുകിയിട്ട് വന്നിട്ടൊരു കുളം പോലെ ഭാഗത്ത് വന്ന് പതിക്കുകയാണ്. ഇത് കണ്ട നെല്ലിയാമ്പതി മലയെന്ന് ചെറിയ ചെറിയ വേറെ നീർച്ചാലുകളൊക്കെ ഉണ്ട്. ഇത് കുറച്ചും കൂടി ശക്തമായിട്ടുള്ളൊരു വെള്ളം ഒഴുക്കാണ്. ആ ഒഴുക്ക് വന്ന് ഈ ഒരു കുണ്ടിൽ വന്ന് പതിക്കുകയാണ്. അവിടെ ആൾക്കാർ ഇറങ്ങി കുളിക്കുകയും കാര്യമൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പോരുന്ന വഴിയൊക്കെ എന്ന് വെച്ചാൽ മുഴുവനും മാവിൻ തോട്ടാണ്. അതുപോലെ തന്നെ കുറച്ച് വീടുകളുമൊക്കെ ആ ഭാഗത്തൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ചെറിയ കടകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ പതുക്കനെ ഈ നെല്ലിയാമ്പതി മലയുടെ താഴത്തുള്ള സീതാർകുണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ അവിടെ നിന്ന് കണ്ടിട്ട് ഇറങ്ങി വരുന്ന ആൾക്കാരെ ഇപ്പോൾ ഇന്ന് ഈ ഞായറാഴ്ച ചെയ്ത് തന്നെ ഓണം വെക്കേഷൻ്റെ ഒരു അവസാന ദിവസമായിരുന്നു ഇന്ന്. അതുകൊണ്ട് തന്നെ ഒരു മാതിരി നല്ല തിരക്കുണ്ടിന്ന്. ഇവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട്. അതായത് വെച്ചാൽ നമ്മുടെ ഈ പൊട്ടറ്റോ സ്പ്രിംഗ് ആയിട്ടൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന ആ സംഭവമൊക്കെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കയറി അങ്ങോട്ട് കുറച്ച് നടക്കണം. ഈ ഭാഗത്തോട്ട് ചെല്ലുന്നത് കുറച്ച് നടക്കണം. ഇത് കണ്ട് ഞാൻ പറഞ്ഞില്ല നേരത്തെ വനത്തിൻ്റെ ഭാഗമാണ്, ഫോറസ്റ്റിൻ്റെ ജെണ്ടയാണ് ഈ കാണുന്നത്. ഇവിടുന്ന് നടന്ന് മുന്നോട്ട് പോകാം. മുന്നോട്ട് പാറക്കല്ലുകളാണ് കൂടുതലും ഉള്ളത്. അതെ, നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഇതേ ഇവിടെ ഒരു ചെറിയ കച്ചവടക്കാരി ഇരിക്കുന്നുണ്ട്. ഇതുണ്ട്. പുള്ളിക്കാരത്തി നിലക്കടലയാണ് പുള്ളിയുടെ ഉൽപ്പന്നം. അതായത് ചെറിയ പാക്കിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആ ഒരു നീർച്ചാല് ഒഴുകണ, ഒരു അരുവി ഒഴുകണ. ഇത് കണ്ട് എത്ര ശക്തമായിട്ടാണ് ഒഴുകണത്. ഇത് ഈ ഭാഗമല്ല, ഇതിൻ്റെ അപ്പുറത്തൊരു ഭാഗമുണ്ട്. അത് കുറച്ചും കൂടി വിശാലമായിട്ടുള്ളതാണ്. അവിടെയാണ്. അവിടെ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്. ലേഡീസൊക്കെ കുളിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ ഒരു ഭാഗം ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു നവംബർ മാസം വരെയൊക്കെ വരുമ്പോഴത്തേക്കേ ഉള്ളൂ. നവംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറയും. അതെന്ന് വെച്ചാൽ മഴയില്ലാതെ വരുമ്പോഴത്തേക്ക് ഈ മലമണ്ടയിൽ നിന്നുള്ള ആ ഒഴുക്ക് കുറയും. അപ്പോൾ കാണാനായിട്ട് ഇവിടെ ഒരു ഭംഗി കാണത്തില്ല. ആ താഴത്തുള്ള ആ ഒരു കുളത്തിൽ മാത്രമായിരിക്കും വെള്ളമുള്ളൊരു ഏപ്രിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ മാത്രമേ വെള്ളം കാണത്തുള്ളൂ. ആ സമയത്ത് വേറൊരു കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലയുടെ മണ്ടയ്ക്ക് വെള്ളമില്ലാതെ വരുമ്പോഴത്തേക്ക് ആനയൊക്കെ വെള്ളം കുടിക്കാനായിട്ട് ഈ ഭാഗത്തേക്ക് വരും. ഞാനൊരു പ്രാവശ്യം ഏപ്രിൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആ കുളത്തിന് ചുറ്റും ആനപ്പുണ്ടായിരുന്നു. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള കടക്കാരും ഒക്കെ പറഞ്ഞു അത് തന്നെയല്ല ഈ മാങ്ങയുടെ സീസണും കൂടിയാണ്. അന്നേരം ഈ മാങ്ങയൊക്കെ പറിച്ച് തിന്നാനും കൂടി ഈ ആനയും അതുപോലെ തന്നെ ഇവിടുത്തെ വേറൊരു പ്രധാന കക്ഷി എന്ന് പറയുന്നത് കരടിയുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് കരടികളുണ്ട്. നമ്മൾ ഇത് കണ്ട ഇവിടെയൊക്കെ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. വേറെ ശല്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ നമ്മളെ നിയന്ത്രിക്കുന്നതിനുള്ള സെക്യൂരിറ്റി അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ സുരക്ഷിതത്വം നമ്മൾ നോക്കണം. കൂടുതൽ ഉള്ളിലേക്കൊന്നും കയറി പോകാതിരിക്കുക. ഇവിടെയൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് ഈ സമയത്തൊക്കെ ഇവിടെയൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പാറപ്പുറത്തൊക്കെ കയറിയിരിക്കുക. ആൾക്കാരൊക്കെ വന്നിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയുണ്ട്. ഇവിടെ നല്ല തണുപ്പുണ്ട്. ചൂട് ഇപ്പോൾ കുറവാണ്. അതേസമയം ഏപ്രിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കുള്ളൂ. ഇതുണ്ട് ഒരു വള്ളി കണ്ട എന്നാ വലിപ്പാണെന്ന് നോക്കിയാൽ ഇതിലൊക്കെ കയറി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. സീതാർകുണ്ടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ വലതുവശത്തുള്ള ബെല്ലൈക്കൺ ഒന്നമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അതേസമയം തന്നെ നിങ്ങളുടെ ഡിവൈസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും ചെയ്യും.